ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്ടൻ ക്രാഫ്റ്റ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈസ്റ്റർ എഗ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈസ്റ്റർ ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണല്ലോ ഈസ്റ്റർ എഗ്. മിക്ക രാജ്യങ്ങളിലും അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ മിക്ക രാജ്യങ്ങളിലും തന്നെ ഈ ഒരു പതിവ് ഉള്ളതാണ് ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ഈസ്റ്റർ എഗ് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈസ്റ്റർ എഗ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുൻപ് യൂട്ടൻ ക്രാഫ്റ്റ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പെയിൻറ് ചെയ്തെടുത്ത എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. പെയിൻറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ. ഫാബ്രിക് പെയിൻറ്റോ സ്പ്രേ പെയിൻറ്റോ ഇഷ്ടമുള്ള കയ്യിലുള്ള പെയിൻറ് ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പേപ്പർ സ്ട്രിപ്സ് റെഡിയാക്കിയിട്ടുണ്ട്. കളേർഡ് A4 ഷീറ്റ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 0.4 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ബ്രെഡ്ത്ത് വരുന്നത്. അങ്ങനെ ഒരു 14 പീസസ് ഉണ്ട് നമുക്കിവിടെ പേപ്പറിൻ്റെ. ഇനി നമുക്ക് A4 ഷീറ്റ് തന്നെയാണ്. ഒരു ചെറിയ റൗണ്ട് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ എഗ്ഗിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ചെറിയൊരു റൗണ്ട് നിങ്ങൾ സർക്കിൾ ഷേപ്പ് വെട്ടിയെടുത്താൽ മതി. ഇനി ഒരു പേപ്പർ സ്ട്രിപ്പും കൂടെ ഉണ്ട്. 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് വരാവുന്ന രീതിയിൽ ഒരു പേപ്പർ സ്ട്രിപ്പും കൂടി എക്സ്ട്രാ നമ്മൾ ഒരെണ്ണം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ്ഗ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. പേപ്പർ സ്ട്രിപ്സ് നമ്മൾ ഒട്ടിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. 14 സ്ട്രിപ്സിലധികം നമുക്കിവിടെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒട്ടിച്ച് കൊടുത്തേക്കുക. ഇവിടെ ഇപ്പോൾ ഒരു 16-17 പീസോളം നമുക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്.